സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല. നമ്മൾ 2017 കാലഘട്ടങ്ങളിൽ മീൻസ് നമ്മൾ ഓൾഡായിട്ട് നമ്മുടെ ഫ്രീ ഫയർ കളിച്ചാൽ പ്ലേയേഴ്സിൻ്റെ ID കാര്യങ്ങൾ മീൻസ് ഇപ്പോൾ IDs കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു IDസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ IDസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് നോക്കില്ല, മീൻസ് നമ്മൾ കിൽ ഫീൽഡ് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. ഓൾറെഡി വീഡിയോ ലെങ്ത് ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ ഓൾറെഡി ഉള്ള എല്ലാ അക്കൗണ്ട്സും ഒരുവിധം എല്ലാ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെറിയ പ്രത്യേകതയോടെ ഉണ്ടാവും, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അവസാനം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ കാണാൻ ശ്രമിച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും നമ്മൾ 2017 കാലഘട്ടങ്ങളിൽ നമ്മൾ ഫ്രീ ഫയർ കളിച്ചിരുന്ന പ്ലേയേഴ്സിൻ്റെ IDയും കാര്യങ്ങളും നമ്മൾ 2025 നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകും. ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലേന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ നോക്കാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഒട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ID കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ ഗ്യാൻ ഗെയിമിംഗ് എന്ന് പറയുന്ന യൂട്യൂബർ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്ന ആ ഒരു പ്ലെയറുടെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ ആ ഒരു പ്ലെയറുടെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെയാണ് ഒരു പ്ലെയർ മീൻസ് അന്ന് കളിച്ചായിരുന്ന ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെ ഒന്ന് നൈസായിട്ട് നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ നോക്ക് നൈസായിട്ടാണ് തീർത്തിട്ടുണ്ട്. അപ്പോൾ തീർത്ത സമയത്താണ് ഒരു പ്ലെയർ മീൻസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലെയറുടെ IDയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്, മീൻസ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയർ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കാത്തിരുന്ന് കാണുക. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ ഒരു IDയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നേരെ IDയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക നേരെ പുള്ളിക്കാരൻ ഇപ്പോഴും ആക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ 30 days ആയിട്ടുണ്ട് ആക്റ്റീവായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്നാണ്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് എന്താ ഇപ്പോൾ തന്നെ അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ വേറെ ഒന്നല്ല ഗൈസ്, 30 days എന്ന് പറയുന്നപ്പോൾ ഫ്രീ ഫയറിൽ ആക്റ്റീവ് ആവാത്ത പ്ലേയേഴ്സിൻ്റെ ID എന്ന കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ 30 days എന്നാണ് കാണിക്കുന്നത്, മീൻസ് 30 days എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ല. അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ ഒരുപാട് ബാഡ്ജും കാര്യങ്ങളൊക്കെ പണ്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് സക്കൂറ ബണ്ടിൽ മീൻസ് നമ്മൾ ഫസ്റ്റ് എലൈറ്റ് പാസ്, പണ്ട് എലൈറ്റ് പാസ് ആണ്, ഇപ്പോൾ ബൂയ പാസ് കാര്യങ്ങളൊക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതലേ ഈ പുള്ളിക്കാരൻ കളിക്കുന്നൊരു പ്ലെയർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ എന്തായാലും അത്യാവശ്യം തന്നെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒരു വെറുത്ത ID കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ പോലെ തന്നെ ഹീറോയ്ക്കോ ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ്റെ ഭയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് നമ്മളൊരു ID എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത ID കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കും. പിന്നത്തെ ID എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പുള്ളിക്കാരൻ്റെ ടീമേറ്റ് ആണെന്ന് അറിയത്തില്ല. ആ ഒരു പുള്ളിക്കാരനെ കൊല്ലുന്ന പ്ലെയറുടെ IDയും കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നു. മീൻസ് നമ്മൾ ആ ഒരു ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവിൽ തന്നെ എടുത്താണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലെയർ. അപ്പോൾ ഈ ഒരു പ്ലെയർ ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ നേരെ IDയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടുക. അപ്പോൾ എന്തായാലും ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. 30 days ആയിട്ട് അതുപോലെ തന്നെ 43 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മൾ കിൽ ഫീൽഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സക്കൂറ ബണ്ടിൽ മീൻസ് നമ്മൾ ഫസ്റ്റ് എലൈറ്റ് ഒന്നിൽ കളിച്ചായിരുന്ന ഒരു പ്ലെയർ ആണ്. 2-3 എലൈറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. പിന്നെ പുള്ളിക്കാരൻ നിർത്തിയിട്ടുണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട്. അതുപോലെ അക്കൗണ്ട് പോയിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് വലുതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്കുക. അവർ പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവും കാര്യങ്ങളും നല്ല 330 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 43 ലെവലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പുള്ളിക്കാരൻ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത IDയും കാര്യങ്ങളൊക്കെ അതാണ് നോക്കാം. പിന്നത്തെ IDയും കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീം എന്ന് തന്നെ എടുത്താണ്. ഒരുപാട് കാലങ്ങളായി നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങൊക്കെ കളി തുടങ്ങിയിട്ട്. മീൻസ് ഫസ്റ്റ് മുതലേ കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് ആ ഒരു പ്ലെയറുടെ ആയാലും നമുക്ക് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും കൂടുതലുള്ളത്. പിന്നെ നമ്മൾ മുന്നേ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നോക്കുക നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റിനെയും കൊല്ലുന്നൊരു പ്ലെയർ ഉണ്ടായിരുന്നു. മീൻസ് ആ മറ്റേ സ്കൂളിലൊരു പ്ലെയറാണ്. ആ സ്കൂളിലൊരു പ്ലെയറിൻ്റെ IDയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഗൈസ് ഒരു പ്ലെയർ ID. നോക്കിട്ട പ്ലെയറുടെ ID ആണ് ഗൈസ്. അപ്പോൾ ആ ഒരു പ്ലെയർ IDയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതാണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ ആക്റ്റീവ് ആണോ ചോദിച്ചാൽ ആക്റ്റീവ് ആണെന്നോ അറിയത്തില്ല. അപ്പോൾ ഞാൻ സെർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. 30 days ആയിട്ടുണ്ട്. 45 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു പുള്ളിക്കാരൻ 3 എലൈറ്റ് കാര്യങ്ങൾ കളിച്ച് നിർത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. എല്ലാവരും ഈ ഒരു എലൈറ്റ് ആയപ്പോൾ നിർത്തിയിട്ടുണ്ട് കളി. നിർത്തിനാണോ എന്ന് അറിയത്തില്ല, ഞാൻ അക്കൗണ്ട് പോയിട്ടാണോ എന്ന് അറിയത്തില്ല. എന്ത് സംഭവം കറക്റ്റായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ അറിയാം ജസ്റ്റ് നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ അതേപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള IDs കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചേക്കുക. നിങ്ങളുടെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. കളക്ഷൻ കൂടുതലുള്ളവരായി വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. ഇൻസ്റ്റയിൽ DP നേരത്തോടെ കണ്ടിട്ടുണ്ടെന്ന്
ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഇന്നത്തെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് ഗൈസ് നമ്മുടെ റൈബായി ഒക്കെ ഉണ്ടായിരുന്നു. മീൻസ് റൈ സ്റ്റാറുകളുടെ ഒരു സ്കോഡ് കൂടെയാണ് നമ്മളിത്. അപ്പോൾ നോക്കുക നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ കൊന്ന ഒരു ടീമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഗ്യാൻ ഗെയിമിങ്ങിനെ കൊല്ലുന്നുണ്ട് ടീം വന്നിട്ട് ഇവന്മാരെ. മീൻസ് ഈ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയറുടെ ഐ ഡി കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണെന്നില്ലെന്ന് അറിയത്തില്ല. അപ്പോൾ നേരെ ഐ ഡിയും കാര്യങ്ങളും കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെർച്ചും കാര്യങ്ങളും ചെയ്ത സമയത്ത് 47 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 30 days മീൻസ് ഇതിലും ആ ഒരു പുള്ളിക്കാരെ ആക്റ്റീവ് അല്ല. എന്തെന്ന് അറിയത്തില്ല. നമ്മൾ നോക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഇപ്പോൾ ആക്റ്റീവ് ആവാത്ത പ്ലേയേഴ്സാണ്. അങ്ങനെ ആ ഒരു പുള്ളിക്കാരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരെ ഏകദേശം കുറച്ചൊക്കെ ലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ കളിച്ചുള്ള ഒരു പ്ലെയർ കൂടെയാണ്. മീൻസ് ബൂയ പാസ് കളിച്ചുള്ള ഒരു പ്ലെയർ കൂടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലൈറ്റിലെ ബണ്ടിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ഫസ്റ്റ് ലൈറ്റിലുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എടുത്തൊരു പ്ലെയർ കൂടെയുള്ള വെറുത്തുള്ള ഒരു ഐഡിയും കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ 630 ലെവലും ലൈക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ 47 ലെവലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വെറുത്തായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ബണ്ടിൽസ് ഉള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളൊരു ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് റെഡീം കോഡോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഫോളോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് അത് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതാണ് ജസ്റ്റ് നമ്മൾ ഐ ഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓൾറെഡി ഒരു ഗെയിമർ ഏതാ ഗെയിമർ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്താണ്. അപ്പോൾ നോക്കുന്ന പുള്ളിക്കാരൻ നൈസായിട്ട് ഒരു എനിമിയും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ നോക്കണം. അപ്പോൾ അവന് തീർക്കുന്ന ഒരു പ്ലെയർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവൻ്റെ ടീംമേറ്റ് ആയിട്ട് വരുന്നൊരു പ്ലെയറാണ്. തീർക്കുന്ന പ്ലെയർ അല്ല, സോറി. ആ ഒരു ടീംമേറ്റിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലെന്ന് അറിയത്തില്ല. കുറച്ച് മുമ്പത്തെ ഗെയിം പ്ലേയാണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ആക്റ്റീവ് ആണോ അല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു പുള്ളിക്കാർ ഇപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. 44 മിനിറ്റൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ട്. മീൻസ് ആ ഒരു പുള്ളിക്കാർ എന്തായാലും ആക്റ്റീവ് കളിക്കുന്ന ഒരു പ്ലെയറാണ്. 74 ലെവലും കാര്യങ്ങളും ഒരു വെറുത്ത ഐഡിയാണ് തോന്നുന്നത് ഗൈസ്. വെറുത്ത് പറഞ്ഞാൽ അത്രയ്ക്കും വെറുത്തുള്ള ഐഡിയും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ബാഡ്ജും കാര്യങ്ങളൊക്കെ നോക്കി കാണാൻ പറ്റും. പോയി പാസ് ഫുള്ള് യെല്ലോ കളറിലാണ് ഗൈസ്. അതുപോലെ തന്നെ ഫുൾ ഇവോ ഗണ്ണിൻ്റെ ഫുള്ള് മാക്സ് ആയിട്ടുള്ള ഗൺ സ്കിന്നും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ കളക്ഷൻസും കാര്യങ്ങളും അതുപോലെ നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് കളിക്കുന്ന ഒരു പ്ലെയറുടെ ഐഡിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് മീൻസ് നമ്മൾ അവസാനത്തെ ഐഡിയും കാര്യങ്ങളൂടെയാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുടെ ഐഡിയനായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ നല്ല വെറുത്ത ഐഡിയ കാരണം വെറുത്ത ഐഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് സെക്കൻഡ് ലൈറ്റ് ഫസ്റ്റ് ലൈറ്റ് അതുപോലെ നല്ല ഡ്രാഗോയ്ക്ക് ഇവോ ഗണ്ണ് കാര്യങ്ങളൊക്കെ അക്കൗണ്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്ക്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ പുള്ളിക്കാരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐ ഡി കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ട ഐഡീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ വന്ന വേറെ നല്ല നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ നല്ല വെറുത്തായിട്ടുള്ള ഐഡീസ് കാര്യങ്ങൾ മീൻസ് നല്ല കളക്ഷൻസ് സെക്കൻഡ് ലൈറ്റ് ഫസ്റ്റ് ലൈറ്റ് പോട്ടെ അത്യാവശ്യം നല്ല രീതിക്ക് വെറുത്തായിട്ടുള്ള പൈസ കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുള്ള അക്കൗണ്ട് ആയാലും മതി. അല്ല നല്ല രീതിക്ക് മോഡ്സ് കാര്യങ്ങളൊക്കെ ഇവോ ഗൺസ് ഏകദേശം 10 ഇവോ ഗണ്ണ് ഏകദേശം ഒരു 4-5 ഇവോ ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ആയാലും ശരി, അത്യാവശ്യം കളക്ഷനൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് മീൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ടുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റയിലോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് കയറിയാൽ മതി. അപ്പോൾ അക്കൗണ്ടിൽ കയറി ജസ്റ്റ് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ കയ്യിൽ നല്ല കളക്ഷൻസ് ഉള്ള ഐ ഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. എന്തിനു വെച്ചാൽ നിങ്ങളുടെ ഐ ഡീസിൻ്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ട് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കയറി ലോഗിൻ ചെയ്തിട്ട് കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് മീൻസ് നിങ്ങളുടെ അക്കൗണ്ട് കളക്ഷൻ വീട്ടിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് തരാം. കുറേ ഒരു മെമ്പറിനെ ചോദിച്ചിട്ട് എൻ്റെ കളക്ഷൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് DM വന്നാൽ മതി. നമ്മൾ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് ഫ്രീ ആയിട്ട് റെഡീം കോഡും കാര്യങ്ങളൊക്കെ വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഇൻസ്റ്റയിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുടെ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഓളെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പോലത്തെ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.